ഇതുവരെ ചെയ്തിട്ടുള്ള ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ്, ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ്, അത് അത്രയും ഫേവറേറ്റ് ആവാനുണ്ടായ ഒരു റീസൺ എന്താണ്? ഏറ്റവും എനിക്ക് ഫേവറേറ്റ് ആയത് നമ്മൾ ഫസ്റ്റ് വീഡിയോ തന്നെയാണ്. അതെന്നാ ഇതുപോലെ ഫസ്റ്റ് വീഡിയോ നമ്മുടെ ഇതുപോലെ ഡബിൾ മീനിങ് ഒന്നുമല്ല, നമ്മൾ വിചാരിച്ചില്ല അത് ഭയങ്കര. അത് ഫസ്റ്റ് വീഡിയോ ഉണ്ട്, അതെന്നാ ഡബിൾ മീനിങ് ഒന്നുമല്ല, ഒരു കോമഡി പോലൊരു, ഞാനൊരു സൈക്കോ പോലൊരു സാധനമായിരുന്നു. അത് നല്ലോണം കയറി അങ്ങ് റീച്ചായി. അതായത് എനിക്ക് ഏറ്റവും സന്തോഷം തന്ന ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അതാണ്. ഡബിൾ മീനിങ് ഒന്നുമല്ല, അതായത് നമ്മളിത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അത് ഫസ്റ്റ് വീഡിയോ ആണ്. നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇത്രയും കയറി അങ്ങ് പെട്ടെന്ന് റീച്ച് ആവുമെന്ന് വിചാരിക്കത്തുമില്ലല്ലോ. ജസ്റ്റ് ഒന്ന് തുടക്കത്തിൽ രീതിയിൽ ഇടുന്നല്ലേ ഉള്ളൂ. ഫസ്റ്റ് വീഡിയോ തന്നെ നല്ല റീച്ചായ ഒരു വീഡിയോ ആയിരുന്നു. പിന്നെ സെക്കൻഡ് വീഡിയോ അതിലും റീച്ച്. അത് സെക്കൻഡ് വീഡിയോ വന്നിട്ട് 7-8 മില്യൺ ഒക്കെ പോയതാ. സെക്കൻഡ് വീഡിയോ ഒക്കെ വരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട് ഫസ്റ്റ് കേറിയോണ്ട് ചിലപ്പോൾ ഇല്ല. സെക്കൻഡ് വീഡിയോ ആണ് നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു ഡബിൾ മീനിങ് പോലെ. അത് പക്ഷെ 8 മില്യൺ ഒക്കെ പോയി. രണ്ടാമത്തതും 2 മില്യൺ പോയി. മൂന്നാമത്തെ വീഡിയോ അത് രണ്ടും ഇതുപോലെ ഡബിൾ മീനിങ് ആയിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചത് ഈ ഡബിൾ മീനിങ്ങിന് നല്ല ഡിമാൻഡ്, എന്നാ പിന്നെ അതങ്ങ് കണ്ടിന്യൂ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ വരുന്നു, ഇത്രയും വ്യൂസ് കിട്ടുന്നു, ഒരുപാട് ആളുകൾ തിരിച്ചറിയുന്നു, ഫാൻസ് നിങ്ങളെ ആരാധിക്കുന്ന എന്തായാലും കുറെ ആളുകൾ ഉണ്ടാവും. ശരിക്കും അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് നിങ്ങളോട്? അവര് നമ്മളെ കാണുമ്പോഴത്തേന് ചേട്ടാ വീഡിയോയിൽ ഓടി വന്ന്, നമ്മളപ്പോ അത്രയൊരു എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുക എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു പുള്ളി അങ്ങനെ പ്രതികരിച്ചായിരുന്നു. നമ്മളെയൊക്കെ വലിയ സിനിമാക്കാരെ കാണുന്ന പോലൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അത് എന്താ പോലെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത്. ഓക്കെ. അപ്പൊ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ കുറെ ആളുകൾക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരുപാട് ആളുകൾ അങ്ങനെ ഭയങ്കര കമ്പനിയാണ്. അപ്പം സ്ത്രീ ആരാധികമാരൊക്കെ ഒത്തിരി വരാറുണ്ടോ? ഇല്ലില്ല, എല്ലാം ജെൻസ് ആണ് വരുന്നത്. സ്ത്രീ അവരൊന്നും വരാറില്ല. ചിരിയിലുണ്ടല്ലോ. ഇല്ലില്ല, കമ്പാരിറ്റീവ്ലി കുറവാണ് ഏറ്റവും കൂടുതലും ആണ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണ്. ഇനിയിപ്പം എന്താണ് ഇനിയിപ്പോ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ? അതായത് ഇപ്പം ഈ വീഡിയോ പ്ലാറ്റ്ഫോമിൽ നിന്നും അല്ലെങ്കിൽ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്ത് അങ്ങനെ പോകണോ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? യൂട്യൂബിനകത്ത് കുറച്ചുകൂടെ ലോങ് വീഡിയോസ് ഒക്കെ സീരീസ് പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള പ്ലാൻ യൂട്യൂബില്. നമ്മളിപ്പോ ഈ പറഞ്ഞ ഈ ചെയ്തോണ്ടിരിക്കുന്ന അങ്ങോട്ട് ഇടുന്നേ ഉള്ളൂ, ഷോർട്സ് ആയിട്ട് ഇടുന്നത്. പിന്നെ ലോങ് വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ട്. ഒരു സീരീസ് ഒക്കെ പോലെ ടു ബി കണ്ടിന്യൂഡ് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ചെയ്യുമല്ലോ. 3 എപ്പിസോഡൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്.